നമ്മൾ ഒരു ദിവസം സോക്ക് ചെയ്ത് വെച്ചിട്ട് അപ്പോഴത്തേക്ക് മുള വരും. അങ്ങനെ എടുത്തിട്ടുള്ള പയറാണ് കേട്ടോ. ഓൾറെഡി മുള വന്ന സ്ഥിതിക്ക് ഇത് പെട്ടെന്ന് വെന്ത് കിട്ടുകയും പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. പിന്നെ ഇത്രയും ന്യൂട്രിഷ്യസ് ആയിട്ടുള്ള വേറെ ഫുഡില്ല. ഇതിനൊരു കഥയുണ്ട് കേട്ടോ, ഞാൻ പറയാം. അതായത് ചെറുപ്പത്തില് നമ്മളെപ്പോഴും സെറ്റ് ചെയ്യുന്നുള്ള ഫുഡ് കഴിക്കുന്നത്. അപ്പൊ നാട്ടിൽ പോയി കഴിഞ്ഞാൽ എന്തായാലും ഇങ്ങനെ ചെറുപയർ അതൊക്കെ ഇങ്ങനെ നമ്മൾ തന്നുകൊണ്ടിരിക്കും. എനിക്കാണെങ്കിൽ നമ്മൾ ഒട്ടും ഇഷ്ടമല്ല എനിക്ക് ചെറുപയർ എന്നൊക്കെ പറയുന്നത്. നമുക്ക് ആ പ്രായത്തിൽ ഇതിനൊന്നും ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒന്നും അറിയില്ലല്ലോ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, എന്നൊരു ബൗളിലാണ് തരണേ. ഞാൻ ഈ ബൗൾ അങ്ങനെയൊക്കെ അവിടുത്തെ വായിലേക്ക് ഇട്ടിട്ട് ആ അമ്മയെ കഴിച്ചു വന്നിട്ട് പോയി. നമുക്ക് വലിയ പറമ്പാണല്ലോ, ഞാൻ പോയിട്ട് മൂലക്കില് തുപ്പി. 2 ദിവസം കഴിയുമ്പത്തേ അമ്മേൻ്റെ അടുത്ത് കൃഷിയൊക്കെ തുടങ്ങിയില്ലേ? ഞാൻ ഇങ്ങനെ മനസ്സിലായില്ല. അല്ല, പറമ്പിൽ അവിടെ ചെറുപയറൊക്കെ മുളച്ചു നിൽക്കണു. ആ പോയിന്റിലാണ് എനിക്ക് മനസ്സിലായത് നമ്മളിങ്ങനെ തുപ്പിയാൽ കൂടുതൽ മുളക്കും എന്നുള്ള കാര്യം. അമ്മ കയ്യോടെ പൊക്കിയില്ലേ. അങ്ങനെയാണോ നിങ്ങളുടെ വീട്ടിൽ ഇത്രയും വാഴകളും കൃഷിയും ഒക്കെ ഉണ്ടായത്?